ഇന്ത്യക്ക് എക്കാലവും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് കാശ്മീർ. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് കാശ്മീരുമായി ബന്ധപ്പെട്ട യാതൊന്നും കേൾക്കുന്നില്ല. അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കും. അല്ല, കാശ്മീർ എല്ലാ കാലഘട്ടത്തിലും ഒരു പ്രോബ്ലം ആയിരുന്നു ഇന്ത്യക്ക്. അത് ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു പക്ഷേ ഏതാണ്ട് സെയിം പോയത്, നിങ്ങൾ അതിനേക്കാൾ കുറച്ച് യങ്ങായിരിക്കും. നമ്മളൊക്കെ ഏതാണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കശ്മീരിനെ നമ്മൾ കേട്ടു തുടങ്ങിയത്. കാരണം അന്ന് ഒരു ആഭ്യന്തരമന്ത്രിയുടെ മോളെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകളെ കാശ്മീർ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നിട്ടാണ് ഈ ഒരു തീവ്രവാദ വിഷയം സ്പിൽ ഓവർ ചെയ്യുന്നത്. പക്ഷേ കശ്മീർ എന്നുള്ള വിഷയം ഒരു കീറാമുട്ടിയായിട്ട് 47 തൊട്ടേ ഇവിടെ കിടക്കുന്ന ഒരു വിഷയമാണ്. അതങ്ങനെ കീറാമുട്ടിയായി നിർത്തിയ സാഹിബിൻ്റെ ആവശ്യമായിരുന്നു. സാഹിബിന് ഈ മേഖലയിൽ ഇടപെടണമെങ്കിൽ അങ്ങനെ വിഷയം വേണം. അറേബ്യൻ മേഖലയിൽ ഇടപെടണമെങ്കിൽ ഒരു പരിസ്ഥിതിയും വേണം. അത് സാഹിബിൻ്റെ തന്ത്രമാണ്. അതിനോരോ കാരണങ്ങൾ അവർ ചെകഞ്ഞെടുത്തു. അതങ്ങനെ കിടക്കുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കാണുന്നത്, നമ്മളൊക്കെ ആ ഒരു ചൈൽഡ്ഹുഡ് സമയത്ത് ഈ പഞ്ചാബിലെ ഭീകരവാദമായിരുന്നു വലിയ തലവേദന. കശ്മീർ തീവ്രവാദം ബഡ്ഡിങ് സ്റ്റേജിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം പഞ്ചാബ് തീവ്രവാദം തീർന്നു, അത് സമാധാനത്തിലേക്ക് മടങ്ങി വന്നു. കശ്മീരിൻ്റെ വിഷയം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ അടുത്ത കാലഘട്ടം വരെ ഇങ്ങനെ നിരന്തരമായിട്ട് അക്രമങ്ങളും അട്രോസിറ്റീസും ആയിരുന്നു അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അടുത്ത കാലത്തേക്ക് വന്നിട്ടുണ്ട്. കുറഞ്ഞ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഈ നോട്ട് നിരോധനത്തിന് ശേഷമാണ്. അതിന് നരേന്ദ്രമോദിയുടെ ശത്രുക്കൾ പറയാമെന്ന് വെച്ചാൽ റിപ്പോർട്ടുകൾ വരാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ വലിയ അറ്റാക്കുകൾ വന്നാൽ ഇപ്പം ഇതിനെ ഇൻബിറ്റ്വീൻ നടന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു മിലിറ്ററി ട്രക്കിന് അറ്റാക്ക് ചെയ്ത് ബാലാക്കോട്ട് സ്ട്രൈക്ക് അതിന് കാരണമായിട്ടുള്ള വിഷയം. അപ്പം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഇടക്കിടക്ക് അവിടെ ഉണ്ടാകുമായിരുന്നു. അത്രയും വിഷയങ്ങൾ ഉണ്ടാവുന്നില്ല. 2, അവിടുത്തെ പ്രക്ഷോഭകാരികൾക്ക്, ഇന്ത്യ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രക്ഷോഭകാരികളുടെ ഒരു ഇൻ്റലക്ച്വൽ ഫേസ് ആയിരുന്നു ഷൈല റഷീദ്. അവർ JNUവിൽ നമ്മുടെയൊക്കെ ഒരു ജൂനിയർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നാൽ JNU ആ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തവരാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ട 2 പേരും, ഒന്ന് കനയ്യകുമാറും, ഒന്ന് കേരളത്തിലൊരു MLA ആണ്, ഇപ്പോൾ MLA. എന്നാൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്, മോഡി വിരോധം കൊണ്ട്. അപ്പം ഷൈല റഷീദിനെ പോലുള്ള ആളുകൾ ഇന്ന് എന്ത് ചെയ്തു? അവർ ആ പറയുന്ന നിലപാടുകളിൽ നിന്നെല്ലാം അവർ മായംപ്പെടുത്തി. ഈ അവിടെ ഇപ്പം മോഡി നമ്മൾ പറയണ്ട. BJP ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അത് വിചാരിച്ച് മോഡിനെ പ്രൊമോട്ട് ചെയ്യാം. നമ്മൾ സത്യം പറയണത് അവിടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അവിടെ കുറേ വാർലോഡ്സ് ഉണ്ടായിരുന്നു. അവർ ഈ വാർലോഡ്സ് ജീവിച്ചിരുന്നത് ഈ ഗവൺമെൻറ്റിനെയും തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് കളിച്ചുകൊണ്ടാണ്. അവർക്ക് ന്യൂസ് കൊടുക്കും, ഇവർക്ക് ന്യൂസ് കൊടുക്കും. അങ്ങനെ ഇവർക്ക് വലിയ വരുമാനം കിട്ടും. അപ്പോൾ ആ കാശ്മീരിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന കാശൊന്നും അവിടെ സമാധാനത്തിലേക്ക് എത്തുന്നില്ല. മോഡി ഗവൺമെൻറ് വന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ BJP ഗവൺമെൻറ് വന്ന സമയത്ത് അവർ സ്ട്രാറ്റജിക്കായി ചേഞ്ച് കൊണ്ടത് ഇങ്ങനെയുള്ള ഓരോ എലിമെൻറ്റിനെ അവർ കട്ടൗട്ട് ചെയ്തു. എന്നിട്ട് അവർ മറ്റേ ഈ പറയുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകളുടെ പാർട്ടിയായിട്ട് സഖ്യത്തിലായി ഗവൺമെൻറ് ഉപയോഗിച്ചു. അപ്പം ഈ ദേശീയ രാഷ്ട്രീയവും അതുപോലെ നാഷണൽ അപ്പാരറ്റസ് കയ്യിലുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും വലിയ പ്രശ്നം സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അവർ ആക്സസ് ഉണ്ടാക്കി ഓരോ കളകളെ അവർ വീഡ് ഔട്ട് ചെയ്തു. പിന്നെയാണ് എന്ത് വരുന്നത്? ഈ നോട്ട് നിരോധനം വരുന്നത്. നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാനിലാണിച്ച കൗണ്ടർഫെയ്റ്റ് കറൻസി, ഇവിടുത്തെ കള്ളപ്പണം എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അവിടെ കല്ലെറിയുന്ന ആളുകൾക്കൊക്കെ പൈസ കൊടുക്കുകയായിരുന്നു. കുറേയൊക്കെ ജെന്യുവനായിട്ട് ഈ താല്പര്യം കൊണ്ട് കല്ലെറിയുന്നവരുണ്ട്. പക്ഷേ ഹ്യൂജായിട്ടുള്ള ആളുകൾ വന്നിരുന്നതിന് പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മൊബിലൈസേഷൻ ഉണ്ടായിരുന്നു, ക്യാഷ് ബേസ്ഡ്. അപ്പം ലിക്വിഡ് മണി ഫ്രീസ് ആയതോടുകൂടി എന്തായി? അത് നടക്കുന്നില്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഭാഗത്തുള്ള കാശ്മീർ, അതായത് ജമ്മു കാശ്മീർ താരതമ്യേന പീസ്ഫുള്ളാണ്. ജനങ്ങൾ ഈ ഷൈല റഷീദിനെ പോലുള്ള ആളുകൾ മുഖ്യധാരയിലേക്ക് വരുന്നു. ഇടയ്ക്ക് ഞാനൊക്കെ പണ്ട് IAS ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് IASന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കാശ്മീരിനാണ്. എനിക്കെന്നാൽ അവനോടൊക്കെ ഭയങ്കര അസൂയായിരുന്നു. ഇത്രയും സാഹചര്യത്തിൽ വന്ന് പഠിച്ചിട്ടാണ് അവനെ ഇടയ്ക്ക് രാജിവെച്ച് പോയി. ഈ മോഡി ഗവൺമെൻറ് വന്നപ്പോൾ മോഡീൻ്റെ പക്ഷപാതം അവൻ ഇപ്പോൾ തിരിച്ച് സർവീസ് കയറി തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇലക്ഷൻ മത്സരിച്ചു നാഷണൽ നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇതിൻ്റെ എല്ലാം തന്നെ വാൻഗാർഡായിരുന്ന ആളുകൾ തിരിച്ചു പോവുകയാണ്. ബോധവും വിവരമുള്ളവർ തിരിച്ചു പോവുകയാണ്. അല്ലാതെ ഈ മതം തലക്ക് പിടിച്ചവരും ചില പെർവേർട്സും മാത്രമാണ്, പാകിസ്ഥാൻ്റെ ബാക്കിംഗ് ആയിട്ട് പെർവേർട്സ് മാത്രമാണ് ഇപ്പം ഈ തീവ്രവാദ പ്രസ്ഥാനമായിട്ട് അവിടെ നിൽക്കുന്നത്. അവരിലേക്ക് ഒരു ഔട്ട്റീച്ച് നടത്താനുള്ള ശ്രമം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. 2, എന്താണ്? ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാനാണ്. ഈ നോട്ട് നിരോധനം വന്നതോടുകൂടി പാകിസ്ഥാൻ ഏറ്റവും വലിയ ഒരു വരുമാനമാകും ഇന്ത്യയുടെ കൗണ്ടർഫെയ്റ്റ് കോയിൻ അടിച്ചുകൊണ്ട്, കറൻസി അടിച്ചുകൊണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാന്നുള്ളത്. അത് നടക്കുന്നില്ല. പിന്നെ ഇന്ത്യ പോലെ വലിയ രാജ്യമല്ല പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ ഒരു റിസഷൻ ഇമ്പാക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. പ്ലസ് അവിടെ ഭീകരവാദികളൊക്കെ
ഇങ്ങനെ വലിയ രീതിയിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇക്കോണമി അതും അവരുടെ ക്യാഷ് എല്ലാം വേറെ രീതിയിൽ ഡ്രെയിൻ ചെയ്തു പോകാൻ കാരണമായി. അപ്പം പാകിസ്ഥാൻ ഇപ്പോൾ ആരും കടം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മാറി. അപ്പോൾ ഇവർക്ക് ഫണ്ട് വരുന്നില്ല. അമേരിക്ക പണ്ട് ഇന്ത്യനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിനെ സഹായിച്ചിരുന്നു. അത് നമ്മളിപ്പോൾ സോവിയറ്റ് ആയതുകൊണ്ട് തീവ്രവാദികളെ സഹായിച്ചിരുന്നു. ഇപ്പോൾ സോവിയറ്റ് റഷ്യ ഇല്ല, നമ്മൾ അമേരിക്കയായിട്ട് ക്ലോസ് ആയപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യ ഇമ്മീഡിയറ്റ് ആയിട്ട് ഭീഷണിയൊന്നുമല്ല. അപ്പോൾ അമേരിക്കൻ്റെ ഭാഗത്തു നിന്ന് പഴയ പോലെ ഫണ്ട് വരുന്നില്ല. പാകിസ്ഥാനിലെ ഫണ്ട് അവർ തീവ്രവാദികൾക്ക് കിട്ടേണ്ട ഫണ്ട് അവർ വെട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ കാശ് കിട്ടാതായതോടുകൂടി എന്ത് സംഭവിക്കുന്നു? മൂവ്മെന്റ് നടക്കുന്നില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2 അതിർത്തികളിൽ പണ്ടത്തെ പോലെ ഈ എന്താണ് കൈക്കൂലി കൊടുത്ത് കയറാനൊന്നും പറ്റുന്നില്ല. ഒരുവിധ തുലങ്കങ്ങളെല്ലാം തന്നെ പട്ടാളം ഇടിച്ചു കളഞ്ഞു. നല്ല മികച്ച ഓഫീസർമാർ ഇപ്പോൾ അവിടെയുണ്ട്. അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന പ്രശ്നമായി. അധിനിവേശിച്ച കാശ്മീരിലാണെങ്കിലും ബലൂചിസ്ഥാനിലാണെങ്കിലും ഇവിടെ എല്ലാം തന്നെ പാകിസ്ഥാനെതിരെയുള്ള മൂവ്മെന്റ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തലവേദനയായി. അപ്പോൾ അവർക്ക് സ്വന്തം വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പോലും സമയമില്ല. അവർക്ക് പ്രശ്നം ഉണ്ടാകാൻ കാരണം ഒന്നാമത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. 2 ബലൂചിസ്ഥാനൊക്കെ പണ്ടേ നമുക്ക് സ്വാധീനമുണ്ട്, ഇന്ത്യക്ക് സ്വാധീനമുണ്ട്, നമ്മുടെ ഇന്റലിജൻസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ രാജീവ് ഗാന്ധിക്ക് ശേഷം നമ്മൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാനുള്ള തീരുമാനം പൊതുവേ നമ്മൾ ഇന്റലിജൻസ് എടുത്തിരുന്നത്. പക്ഷേ മോഡി വന്നപ്പോൾ രാജീവ് ഗാന്ധിയുടെ പോളിസി അഗ്രസീവായിട്ട് കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബലൂചിസ്ഥാൻ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പം അവിടെ നിങ്ങളെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അടുത്ത വീട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് പ്രശ്നം. അവിടെ പ്രശ്നമായതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് പോയ അടുത്ത ദിവസം തൊട്ട് ഇവിടെ മുഫ്തി മുഹമ്മദിൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോകുന്നു. കാശ്മീരിൽ ഭീകരവാദം. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇൻക്ലൂഡിങ് വാജ്പേയി മിണ്ടാതിരുന്നതിന് പ്രശ്നം എന്താണ്? അവിടെ സമാധാനം ഉണ്ടായി. ആ സമാധാനം ഉണ്ടായ പ്രശ്നം മൊത്തം നമ്മൾ അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ശക്തി ബാധിച്ചു കാശ്മീരിൽ. മോഡി അത് പല രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തത്. ഒന്ന്, വരുമാന സ്രോതസ്സുകൾ അകത്തും അതിർത്തികൾ ശക്തമാക്കി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് ഇടിച്ചു കയറുകയോ നുഴഞ്ഞു കയറുകയോ ചെയ്തു. പ്ലസ് അവിടെ പ്രശ്നം ഉണ്ടായി തുടങ്ങി. ഇതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മളിപ്പം കാണുന്നത്. പ്ലസ് നമ്മളൊരു ഭാഗ്യത്തിന് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് അനുകൂലമായി. അത് അമേരിക്കയിൽ നമ്മളുടെ നിലപാടിൽ മാറ്റം ഉണ്ടായി. അത് ഈ കോൾഡ് വാർ അവസാനിച്ചോടുകൂടി തന്നെ മാറ്റം ഉണ്ടായി. പക്ഷെ ഒരു ടൈം എടുത്തു അത് നോക്കിയായിട്ട് വരാൻ. രണ്ടാമത്തേത്, ഒരു ഭ്രാന്തൻ അവിടുത്തെ പ്രസിഡൻ്റായി. അയാൾ ഇൻ്റർനാഷണൽ വിഷയങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണ്. ട്രംപിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ട്രംപ് പല കാര്യങ്ങളും ഇൻകൺസിസ്റ്റൻ്റ് ആണ്, ചില കാര്യങ്ങൾ നമുക്കെതിരുമാണ്. ഇപ്പോൾ വിസ കാര്യത്തിലാണെങ്കിലും ഈ ബിസിനസ് സബ് കോൺട്രാക്ട് ഇന്ത്യയിൽ വരുന്ന കാരണം മൂപ്പരെതിരാണ്. പക്ഷേ മൂപ്പര് 2 കാര്യത്തിൽ മൂപ്പര് കൺസിസ്റ്റൻ്റ് ആണ്. അതിൽ ഒന്ന്, ഇസ്രായേലി പ്രശ്നം പലസ്തീൻ ഇസ്രായേൽ വിഷയം തീർക്കുക എന്നുള്ള കാര്യത്തിൽ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആണ്. അത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്തു. 2, ഇൻ്റർനാഷണൽ വിഷയങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക. കാരണം ഇന്ത്യ അവരുടെ ഒരു നാച്ചുറൽ പാർട്ട്ണറാണ് പല കാര്യത്തിലും. നമ്മൾ ഡെമോക്രസിയാണ്, അവരുടെ ഡെമോക്രസിയാണ്. അവർ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. നമ്മൾ വലിയൊരു വിപണിയാണ്, അവർ വലിയൊരു പ്രൊഡ്യൂസറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ട്രംപ് തിരിച്ചറിയുന്നുണ്ട്. അപ്പം ട്രംപിൻ്റെ ഒരു പ്രത്യേക ഇനീഷ്യേറ്റീവിൽ നമ്മളായിട്ടുള്ള ബന്ധം സ്മൂത്ത് ആവുന്നുണ്ട്. സ്മൂത്താന്ന് വിചാരിച്ചിട്ട് അമേരിക്ക സാമ്പത്തികമായിട്ടൊന്നും ഇന്ത്യനെ വലിയ രീതിയിൽ സഹായിക്കുമെന്ന് വിചാരിക്കേണ്ട, അത് നടക്കില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇൻ്റർനാഷണൽ രംഗത്ത് നമ്മളും മറ്റേതെങ്കിലും രാജ്യങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അമേരിക്ക നമ്മുടെ സൈഡിലാണ്. അല്ല, അമേരിക്ക ഒന്ന് കണ്ണടച്ചാൽ പാകിസ്ഥാനിൽ അവന്മാർ എന്താണ് കൈ പൊക്കാൻ വയ്യ, അല്ലെങ്കിൽ കയ്യിലെ ഒരു വാള് കെട്ടി ബാൻഡേജ് ഇട്ട് മറ്റേതോ സിനിമയിൽ റോൾ മോഡൽസ് ആണെന്ന് തോന്നുന്നത്. ഷറഫുദ്ദീൻ ആരോ ഹോക്കി സ്റ്റിക്ക് ഇങ്ങനെ കയ്യിൽ കെട്ടിയിട്ട് തല്ലാൻ പോകുന്നുണ്ട്. അതേപോലെ പാകിസ്ഥാൻ ഭീകരവാദികൾ തല്ലാൻ വരും, വാള് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അടിക്കാൻ വരും, കൈ പൊങ്ങുന്നില്ലെങ്കിൽ പോലും. പക്ഷേ അമേരിക്ക അങ്ങനെ ഒരു കാര്യം ഇപ്പം ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ഏറ്റവും പുതിയ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യും. ഈ മേഖലയിൽ അമേരിക്കയുടെ ഇടപെടൽ വെച്ച് നോക്കുമ്പോൾ പൊതുവെ ഇന്ത്യൻ ആയിട്ടാണ് അമേരിക്ക നിൽക്കുന്നത്. ഇതെല്ലാം കൊണ്ടാണ്, എല്ലാം കൊണ്ട് ഈ ഗ്രഹങ്ങളിൽ നിങ്ങൾ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ പൊതുവെ ഇന്ത്യക്ക് നല്ല കാലമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.